വളച്ചൊടിച്ച് നെഗറ്റീവാക്കി വെക്കും. അതാ ഞാൻ പറഞ്ഞത്, നമ്മുടെ മലയാളികൾ അത്രയും വൃത്തിയുടെ ചീഞ്ഞ മലയാളി. ചിലപ്പോൾ തുണിയില്ലാതെ വരും. അപ്പോൾ ഇങ്ങനെ വന്നിട്ട് ചോദിക്കുമോ, ശ്രീലക്ഷ്മി അന്ന് തുണി ഇട്ടായിരുന്നു, ഇന്ന് ശ്രീലക്ഷ്മി തുണി ഇട്ടില്ല എന്ന് ചോദിക്കുമോ? സ്ത്രീയുടെ ശരീരാവയവങ്ങളൊക്കെ ഇത്ര മോശമാണെന്ന് പറയാൻ വേണ്ടിയിട്ട് എന്തോ ഉള്ളേ? ഈ പറയുന്ന അമ്മമാർക്കൊക്കെ ഭാര്യമാരില്ലേ, അവരൊക്കെ കണ്ണടച്ചിരിക്കുമായിരുന്നു ഭാര്യയെ കൊണ്ടുവന്ന് വീട്ടിൽ വെച്ചിട്ട് ആയിരുന്നോ? ഈ പറയുന്ന എല്ലാ വീട്ടിലുള്ള അമ്മമാർക്കും പെങ്ങന്മാർക്കും ഭാര്യമാർക്കും എല്ലാവർക്കും ഈ സാധനങ്ങളൊക്കെ ഉള്ളതാ. എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയതിലേക്ക് സ്വാഗതം കേട്ടോന്നേ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ ശ്രീലക്ഷ്മി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയായിരിക്കും, ജാസിയുടെ കൂടെ എപ്പോഴും വലങ്കൈയായിട്ട് നടക്കുന്നതാണ്. ജാസി തന്നെയല്ല, രേണുവിൻ്റെ കൂടെ ഉണ്ട്. ഇവരൊക്കെ ഒരു കൂട്ടായിട്ട് നടക്കുന്നവരാണ്. പമ്പ ഇവരൊക്കെ ഒരു സെറ്റാണ്. അങ്ങനെ ഇങ്ങനെ കുറച്ച് പേരുണ്ട്, ഇവർ സെറ്റായിട്ട് നടക്കുന്നവരുണ്ട്. പക്ഷേങ്കിൽ ഒന്നിനും വെളിവില്ലാത്തതെന്ന് എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ. ഇവർ പറയുന്ന കുറേ കാര്യങ്ങളുണ്ട് കേട്ടോ, കുറേ കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങളൊക്കെ കേട്ടിട്ട് ചിലതിനൊക്കെ എനിക്ക് തന്നെ അതിനൊരു മറുപടി പറയാൻ പറ്റുന്നില്ല. കാര്യം എന്നാന്ന് ചോദിച്ചാൽ, നമുക്ക് എന്നതാ ഇവരൊക്കെ പറയുന്നതിന് മറുപടി പറയണ്ടേന്ന് പോലും നമുക്ക് അറിയാൻ പറ്റാത്ത ചില കാര്യങ്ങളൊക്കെയാണ് ഇവർ പറയുന്നത്. അതുപോലുള്ള കാര്യങ്ങളാണ്. അപ്പോൾ നിങ്ങൾ ചോദിക്കും, സോഷ്യൽ മീഡിയയിൽ ഇതിനേക്കാൾ കൂടുതൽ മോശമായിട്ട് ഓരോരുത്തർ ചെയ്യുന്നില്ല എന്ന്. പക്ഷേങ്കിൽ ഇതൊക്കെയെന്ന് പറയുമ്പോഴത്തേക്ക് പബ്ലിക്കിലേക്ക് പല ചാനലിൽ ചെന്ന് ഓരോന്നും പറഞ്ഞ് അവർ എടുത്തിട്ട് ഇങ്ങനെ നമ്മൾ എടുക്കുന്ന ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് വരുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഇവരെയൊക്കെ റിയാക്ട് ചെയ്യുന്നത്. ഇവരൊക്കെ ചുമ്മാ ഇങ്ങനെ ചവറ് പോലെ റീൽ ഇട്ട് ഇങ്ങനെ നമ്മളെ വെറുപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിനേക്കാൾ മോശമായിട്ട് ചെയ്യുന്ന ആളുണ്ട്. രഹന ഫാത്തിമയോ അങ്ങനെയാണ് പറഞ്ഞൊരു പുള്ളിക്കാരിയുണ്ട്. അവരുടെ പേര് പണ്ട് കേസൊക്കെ വന്നതാണ്. കൊച്ച് അവരുടെ ദേഹത്ത് അവർ പൊതുവെ തുണി എടുക്കാൻ വലിയ ബുദ്ധിമുട്ടുള്ളൊരു പുള്ളിക്കാരിയാണ്. അവർ പക്ഷേ ഇടുന്നത് മൊത്തം അവരുടെ അക്കൗണ്ടിലാണ് ഇടുന്നത്. അത് അവരുടെ അക്കൗണ്ടൊക്കെ തപ്പി ചെന്നാൽ മാത്രമേ നമുക്ക് അതിലേക്ക് കയറാൻ പറ്റത്തുള്ളൂ. അല്ലാതെ അവർ പബ്ലിക്കായിട്ട് ഇങ്ങനെ കൊണ്ടുവന്ന് ആ വീഡിയോസ് ഇങ്ങനെ പോസ്റ്റ് ചെയ്യുന്നില്ല. അത് ഇങ്ങനെ അവരുടെ അക്കൗണ്ടിൽ കയറിയാൽ മാത്രമേ ഉള്ളൂ അങ്ങനെയുള്ളത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നമ്മൾ അങ്ങനെ ഇപ്പോൾ ഒരു വരുന്നെങ്കിൽ നമുക്ക് അവരുടെ അക്കൗണ്ടിൽ പോയി നമ്മൾ തപ്പിപ്പോയി കാണുന്നതെന്ന് പറയാം. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ പബ്ലിക്കായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുവാണ്. എല്ലാ മീഡിയയിലും ഇട്ട് പലരതെടുത്ത് ഇങ്ങനെ ഇട്ട് നമുക്കതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണും റിയാക്ട് ചെയ്യുന്നത്. അപ്പം ഇതിന് സപ്പോർട്ട് നിൽക്കുന്നവരുണ്ടായിരിക്കും. അവർക്ക് ഞാൻ കഴിഞ്ഞ ദിവസത്തെ എൻ്റെ ഒരു വീഡിയോയിലൂടെ ഞാൻ പറഞ്ഞിട്ടുണ്ട് സപ്പോർട്ട് നിൽക്കുന്നത് എങ്ങനെയുള്ള ആൾക്കാരാണെന്ന് ഉള്ളത്. അപ്പോൾ അതുകൊണ്ടായിരിക്കാം. ആദ്യം തന്നെ നമുക്ക് ഈ പുള്ളിക്കാരി പറയുന്ന ഒരു കാര്യം കേൾക്കാം. പുള്ളിക്കാരുടെ ഫാമിലിയെ പറ്റിയാണ് പറയുന്നത്. അത് നമുക്കൊന്ന് കേൾക്കാം. ഈ അടുത്ത് കല്യാണം പ്രതീക്ഷിക്കാം. എന്റെയോ? എന്റെ കല്യാണം കഴിഞ്ഞതാ. ഇനി കഴിക്കുന്നുണ്ടോ? ഡിവോഴ്സ് ഒരെണ്ണം ഞാൻ തരും. ഇനിയും കഴിക്കുന്നുണ്ടോന്നോ? ഡിവോഴ്സ് ആയിട്ടില്ല. വിളിക്കും, ഇടയ്ക്ക് വിളിക്കും, സംസാരിക്കും. മോനെ കാണാൻ എന്നും വിളിക്കും. മോനുണ്ട്, എനിക്കൊരു മോനുണ്ട്. ഹസ്ബൻഡ് കൂടെ തന്നെ, എൻ്റെ കൂടെ അല്ല. ഇതാണ് ഇവരുടെ ഫാമിലിയെ പറ്റി പറയുന്നത്. ഒരു മോനുണ്ട്, ഇവർക്ക് ഒരു മകൻ വളർന്നു വരുന്നുണ്ട്. കാര്യം എന്നാന്ന് വെച്ചാൽ, നമ്മളൊക്കെ കൂടുതൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് എതിർക്കുന്നത് എന്നാന്ന് ചോദിച്ചാൽ, നമ്മുടെ കുട്ടികളും ഈ ഫോൺ ഉപയോഗിക്കുന്നതാണ്. ഈ പിള്ളേരൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒരു പക്ഷേ ഒരു പരിധി വരെ ഇത് റിയാക്ട് ചെയ്യുന്നതിൻ്റെയും കാര്യം എന്നാന്ന് ചോദിച്ചാൽ, ഒരു പെൺകുട്ടി പറയുന്നതായിട്ട് തുമ്പിയോ അങ്ങനെ വേണ്ടാന്ന് തോന്നുന്നു അതിൻ്റെ ഇത്. ആ പെൺകുട്ടി പറയുന്നു, എൻ്റെ നാട്ടിലുള്ള ആരെയും ഞാനിതിലേക്ക് എടുത്തിട്ടില്ല, ഫോളോ ചെയ്യിപ്പിച്ചിട്ടില്ല. അതുകൊണ്ട് അവർക്ക് ആ ഏത് വീഡിയോസ് ചെയ്താലും അവരുടെ വീട്ടുകാരും നാട്ടുകാരും അറിയത്തില്ലെന്ന്. പക്ഷേങ്കിൽ ഇത് ആരെങ്കിലും ഒരാളെടുത്ത് പുറത്തിടുകയും ചെയ്യും, ആരെങ്കിലും എടുത്തത് റിയാക്ട് ചെയ്യുകയും ചെയ്യും. അപ്പോൾ ഈ നാട്ടുകാരും വീട്ടുകാരും അറിയത്തില്ലേ? ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ഒരുപാട് പെൺകുട്ടികളുണ്ട്. നമ്മൾ പോലും അറിയാൻ ഇപ്പോൾ കുഞ്ഞുങ്ങളുടെ എല്ലാം കൈ ഫോണുണ്ട് ഇല്ലേ? ഇങ്ങനെയൊക്കെ പോയാൽ പൈസ കിട്ടും, ഇങ്ങനെയൊക്കെ കാണിച്ചാൽ ഇതിനൊരു വരുമാന മാർഗമാകും എന്നറിയുമ്പോഴത്തേക്ക് ഏതൊരു പിള്ളേരും ഇങ്ങനെയുള്ള കാര്യത്തിലേക്ക് ചിലപ്പോൾ പോകാൻ ചാൻസ് കൂടുതലാണ്. അവരോർക്കുന്നതിന് ആരും അറിയുന്നില്ലല്ലോ എന്നാണ് ചിന്തിക്കുന്നത്. പക്ഷെ വെറുതെയാണ് കുഞ്ഞുങ്ങളെ നിങ്ങൾ ഇങ്ങനൊരു കാര്യം നിങ്ങൾ കാണിച്ചാൽ അതാരെങ്കിലും ഒരാളെടുത്ത് അത് പുറത്തിട്ടെന്നിരിക്കും. അത് നിങ്ങളുടെ വീട്ടുകാരും നാട്ടുകാർ, പിന്നെ അവരുടെ മുന്നിൽ നിങ്ങൾക്കുണ്ടാകുന്ന മാനസിക ബുദ്ധിമുട്ടുകൾ, വീട്ടുകാർക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ നമ്മൾ പറയുന്നു. ഇപ്പോൾ ഇതിനകത്ത് പുള്ളിക്കാർ കുറേ ഡയലോഗ് അടിക്കുന്നുണ്ട്, സ്ത്രീയുടെ ശരീരം കാണിക്കുന്നുണ്ട് എന്നാണ് കുഴപ്പമെന്നുള്ളത് എനിക്ക് മനസ്സിലാകുന്നില്ല. എന്നാൽ പിന്നെ ഇവരൊക്കെ അത് ഇവർ പറയുന്നുണ്ട് ഇതിനകത്ത്. നമുക്കത് വഴിയെ സംസാരിക്കാം അതിൻ്റെ കാര്യങ്ങളൊക്കെ. ഈ വരുന്ന കുഞ്ഞുങ്ങൾക്ക് പിന്നെ നാണക്കേടും ഒക്കെ ആയി കഴിയുമ്പോൾ പിന്നെ ഈ കുഞ്ഞുങ്ങൾക്ക് പോകാമെന്ന് ഒറ്റയൊരു വഴി എന്ന് പറഞ്ഞാൽ ആത്മഹത്യയാണ്. അതിലേക്കാണ് ഈ കുഞ്ഞുങ്ങൾ പിന്നെ പോകുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള കുഞ്ഞുങ്ങളൊക്കെ ഇങ്ങനെയുള്ള വീഡിയോസൊക്കെ എടുത്ത് കഴിയുമ്പോഴത്തേക്ക് അവർ വിചാരിച്ചത് ആരും കാണുകയില്ലെന്ന് നോക്കാൻ അവരിത് പോസ്റ്റ് ചെയ്തത് ആരുടെയെങ്കിലും കയ്യിലൂടെ അത് പുറത്ത് പോയി കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് അത് 10 പേര് അറിഞ്ഞു കഴിയുമ്പോഴത്തേക്ക്, വീട്ടിൽ അറിഞ്ഞു കഴിയുമ്പോഴത്തേക്ക് പിന്നെ അവർക്ക് നാണക്കേടാണ്. പിന്നെ കയ്യിൽ നിന്ന് പോയി പറഞ്ഞിട്ട് കാര്യമില്ല, തിരിച്ചെടുക്കാൻ പറ്റത്തില്ല അവർക്കത്. ആ ഒരു സിറ്റുവേഷൻ വരുമ്പോഴത്തേക്ക് ഇവർ പിന്നെ ചെയ്യുന്ന കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഇവർക്ക് പിന്നെ ആത്മഹത്യയുള്ളവരുടെ മുന്നിലുള്ളൊരു വഴി എന്ന് പറഞ്ഞാൽ പിന്നെ ഇവർ കാണിക്കുന്നത് അവർ ആത്മഹത്യ. കാര്യം ഇത് ആരും കാണുകയല്ലെന്ന് പറഞ്ഞ് കുഞ്ഞുങ്ങൾ കാണിക്കുന്നതാണ്. പൈസ കിട്ടുമല്ലോ എന്ന് ഓർത്ത് ഇതിലേക്ക് ഇറങ്ങി തിരിക്കുന്നതാണ്. പക്ഷേ ഇതിലേക്കൊക്കെ ചെന്ന് ചാടി കഴിയുമ്പോഴത്തേക്ക് സംഭവിക്കുന്ന കാര്യങ്ങൾ എന്നാന്നുള്ളത്, അതിൻ്റെ ഭവിഷ്യത്തുകൾ എന്നാന്നുള്ളത് ഇവർ അറിയുന്നില്ല. വേറെ വിചാരം ആരും അറിയുന്നില്ലല്ലോ, ആരും കാണത്തില്ലല്ലോ, എന്നെ ആരറിയാനാ, എൻ്റെ നാട്ടുകാരോ വീട്ടുകാരോ കാണുന്നില്ലെന്ന്. പക്ഷേ അത് ഏതെങ്കിലും ഒരു വഴി കൂടെ ലീക്കായി പോയി കഴിയുമ്പോഴത്തേക്ക് പിന്നെ ഇവർക്ക് നാണക്കേട്, പുറത്തിറങ്ങാൻ പറ്റാതാകും. വീട്ടിലുള്ളവരുടെ ബഹളങ്ങൾ, പ്രശ്നങ്ങൾ, പുറത്തുള്ളവരുടെ കളിയാക്ക്, ഇതെല്ലാം കൂടെ ചെന്ന് പിന്നെ ഇവരെ കൊണ്ട് എത്തിക്കുന്ന ഒരു മരണത്തിലേക്കാണ് എത്തിക്കുന്നത്. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ നമ്മൾ കൂടുതലും എതിർക്കുന്നത്. ഇപ്പോഴുള്ള പിള്ളേരെന്ന് പറഞ്ഞാൽ മുമ്പ് ബിംബം നോക്കാതെ എടുത്ത് കാണിക്കുന്ന ഓരോ കാര്യങ്ങളാണ്.
അവർക്ക് ഇതിനെപ്പറ്റി ഒരു പ്രശ്നങ്ങളില്ല. പിന്നെ ഇത് പ്രശ്നങ്ങൾ വന്നു കഴിയുമ്പോഴാണ് ഒരു കയ്യിൽ നിന്ന് ഇതൊക്കെ പുറത്ത് പോയി കഴിഞ്ഞാലും പിന്നെ നമ്മൾ അതിൻ്റെ പുറകെ കേസിന് വഴക്കിനൊക്കെ പോയാലും നമുക്ക് പോകാനുള്ള മാനം പോയി. അത് ആരെങ്കിലും പുറത്ത് വിട്ടു, അത് ലീക്കാക്കി എന്നൊക്കെ പറഞ്ഞ് നമ്മൾ അതിൻ്റെ പുറകെയൊക്കെ പിന്നെ നടക്കാൻ പോകുമ്പോഴത്തേക്ക് അത് നിങ്ങളിത് ഇങ്ങനെ ചെയ്തിട്ടല്ലേ ഇത് പുറത്ത് പോയെന്നേ കേൾക്കുന്ന ഏതൊരു മനുഷ്യനും ചോദിക്കുകയുള്ളൂ. പിന്നെ അതിനുവേണ്ടി എന്നാത്തിന് പോയിട്ട് എന്നാ കാര്യം? നാണം കെടാനുള്ള മുഴുവൻ നാണം കെട്ട് കഴിഞ്ഞു. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള കാര്യത്തിനൊക്കെ കൂടുതൽ എതിർക്കുന്നത്. ഇനി നമുക്ക് ഈ പുള്ളിക്കാരിയെ പറ്റി, ഇതൊരു സ്ത്രീയാണ്, ഇവർ കല്യാണം കഴിച്ചാണ്, ഇവർ പ്രസവിച്ചതാണ്, ഒരമ്മയായതാണ്, എല്ലാം വേണം. പക്ഷെ ഇവരോട് വലങ്കൈ കേട്ടിടക്കുന്ന ജാസി പറയുന്നൊരു കാര്യം കേട്ടണം. ഒരു കണക്കിന് സർക്കാർ ഇങ്ങനത്തെ നിയമങ്ങളൊക്കെ കൊണ്ടുവന്ന് നന്നായെന്നേ ഞാൻ പറയുള്ളൂ. കാര്യം എന്നാന്ന് ചോദിച്ചാൽ ഏതെങ്കിലും കുറേ എണ്ണത്തിന് കുറച്ചാൾ കഴിയുമ്പോഴത്തേക്ക് ഒരു തോന്നിവാസം കാണിക്കണമെന്ന് തോന്നുമ്പോഴത്തേക്ക് പെണ്ണായിട്ട് നടക്കുന്നവൻ ആണാന്നും പറഞ്ഞങ്ങോട്ട് ഇറങ്ങാം, ആണായിട്ട് നടക്കുന്നവൻ പെണ്ണാന്നും പറഞ്ഞങ്ങോട്ട് ഇറങ്ങാം. ഇങ്ങനെയുള്ള ആൾക്കാരുണ്ട്, ഇല്ലെന്നല്ല. അവർക്ക് ജന്മന അങ്ങനെ. നമ്മുടെ ഇപ്പോൾ ഇന്നലെ കഴിഞ്ഞ ദിവസം റിയാക്ട് ചെയ്തായിരുന്നു നമ്മുടെ ദീപ്തി കല്യാണിയൊക്കെ പറയുന്നത് അവർ ചെറുപ്പം മുതലേ അങ്ങനെ ആയിരുന്നു. അവരുടെ നടപ്പിലും എടുപ്പിലും എല്ലാം ഒരു സ്ത്രീ ആയിട്ടാണ്. അവരൊരു വിവാഹം കഴിക്കുമോ, അവർക്കൊരു കുട്ടി ഉണ്ടാവുമോ, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു ഇതൊന്നുമില്ല. അവർക്ക് ആ ഒരു സ്ത്രീയുടേതായ ഒരു അവരുടെ ശരീരത്തിൽ പുരുഷൻ്റെ രൂപം എന്ന് പറഞ്ഞാൽ അവരുടെ ഉള്ളിലും സ്ത്രീയുടെ ഒരിതാണ്. അങ്ങനെ ഒരു ഇതായിട്ടാണ് അവരൊരു പെണ്ണെന്നുള്ള ഇതിലാണ് അവരിതായിട്ട് വന്നത്. അപ്പം അവരതിൻ്റെ സർജറിയും കാര്യങ്ങളൊക്കെ ചെയ്തേച്ചാണ് അവരിപ്പോൾ നടക്കുന്നത്. അപ്പം അങ്ങനെയൊക്കെയാണെങ്കിൽ നമുക്ക് സമ്മതിക്കാം. ഇത് പേരും കഴിഞ്ഞ് കെട്ടും കഴിഞ്ഞ് ഒരാടെ കൂടെ ജീവിതവും കഴിഞ്ഞേച്ച് വന്നിച്ച് ഞാൻ പെണ്ണാണ് അല്ലെങ്കിൽ ഞാൻ ആണാണ് എന്ന് പറയുന്നതിൽ എന്നെ അർത്ഥമിരിക്കുന്നത്. അതൊന്നുമല്ല. ഇവരുടെ തോന്നിവാസങ്ങൾ കാണിക്കാൻ വേണ്ടി ഇവരൊരു മുഖംമൂടി എടുത്ത് അണിയുന്നത് മാത്രമേ ഉള്ളത്, അല്ലാതെ വേറൊന്നും അല്ലത്. അത് വെച്ചാൽ ഈ പുള്ളിക്കാരി പെണ്ണാണെന്ന് ഇവർ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ നമ്മുടെ ഡാനി സത്യം ചെയ്തപ്പോൾ പറഞ്ഞു, ഞാനൊരു പെണ്ണാണെന്ന് പോലും വിചാരിക്കാതെ നീ ഇങ്ങനെയൊക്കെ പറഞ്ഞില്ലേ എന്ന് ചോദിച്ചു. ഒരു പെണ്ണല്ലാതെ നിങ്ങളുടെ കൂടെ നടക്കുന്ന ആൾ തന്നെയാണ് പറയുന്നത്. നമുക്കൊന്ന് കേട്ടേച്ച് ബാക്കി കാര്യങ്ങളിലേക്ക് പോകാം. ഒരു സ്ത്രീ ഒരിക്കലും മുടി ക്രോപ്പ് ചെയ്ത് ആണുള്ള പോലെ നടക്കില്ല. അവളുടെ ഉള്ളിൽ ഒരു ആണുള്ളതുകൊണ്ടാണ് അവൻ അതാക്കുന്നത്. അത് മനസ്സിലാവുന്നത് അവർക്ക് തന്നെയാണ് ആദ്യം. ഞാനാണ് ആദ്യം എനിക്കെന്താ ഇങ്ങനെ ഒരു കഴിവ്, എന്താ ഞാൻ ഒരു മറ്റുള്ള ആൾക്കാരെ പോലെ ഞാൻ എന്താ ആൺ ശരീരത്തിൽ ഞാൻ ഒരു പെണ്ണുങ്ങളെ പോലെ പ്രവർത്തിക്കുന്നതെന്ന് പറയുമ്പോൾ അത് അവർ മനസ്സാണ് അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത്. ആരാ പറയുന്നതെന്നറിയാവോ? കല്യാണം കഴിച്ച് കുറേ നാളൊരു പെണ്ണിലൂടെ ജീവിച്ചതിന് ശേഷം അതിനെ ഒഴിവാക്കി വെച്ച് ഞാൻ പെണ്ണാണ് എന്ന് പറഞ്ഞ് മാറിയ ഒരാളാണ് ഈ പറയുന്നത്. ഇതിപ്പം ജാസി തന്നെയാണ് ഇങ്ങനെ പറഞ്ഞേക്കുന്നത്. ജാസിക്ക് അവർ പറഞ്ഞ് ഉള്ള അറിവായിരിക്കും അത്. ഇതാണ് ഞാൻ പറഞ്ഞത്. ഒരു മുടി വെട്ടിയത് കൊണ്ടോ അല്ലെങ്കിൽ ഒരു സ്ത്രീയാണെന്ന് പറഞ്ഞ ഒരു പുരുഷൻ സർജറി ചെയ്തതുകൊണ്ടോ ഒന്നും അങ്ങനെയൊന്നും ആകാൻ പോകുന്നില്ല. അതൊക്കെ പൈസ ഉണ്ടെങ്കിൽ ചെയ്യുന്ന കാര്യമുള്ളൂ. അവരുടെ മനസ്സിൽ അവരൊരു പെണ്ണാന്നുള്ളത് അങ്ങനെ ഒത്തിരി പേർക്ക് വരുന്നുണ്ട്, ഒത്തിരി പേരാകുന്നുമുണ്ട്. കാര്യം അവരെ ഒന്നും നമ്മൾ കുറ്റം പറയുന്നില്ല, അവരുടെ കൂടെ തന്നെയാണ്. കാര്യം അതൊന്നും അവരുടെ കുഴപ്പം കൊണ്ട് സംഭവിക്കുന്ന കാര്യങ്ങളല്ല. നാളെ നമ്മുടെ കുടുംബത്തിലും അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകാം, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ അങ്ങനെ അല്ലാതെ ചിലർ അങ്ങനെ ആണെന്ന് പറഞ്ഞ് നടക്കുന്നുണ്ട്. അതിനാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ നമുക്ക് ഇവർ പറയുന്നുണ്ട്, ജാസിയും ഈ ശ്രീലക്ഷ്മിയും കൂടെ പറയുന്നൊരു കാര്യമുണ്ട്. അത് രേണുവിനെ സപ്പോർട്ട് ചെയ്ത് പറയുന്നതാണ്. ആ ഒരു കാര്യം കേട്ടതിന് ശേഷം നമുക്ക് വേറൊരു കാര്യം കേൾക്കാം. ഈ എന്താണ് പറയുക, സബ് ആ പണ്ടാരം തുടങ്ങി കഴിഞ്ഞാല് അതിൽ എക്സ്ക്ലൂസീവ് കണ്ടന്റ് എന്ന് പറഞ്ഞാല് ഈ നിങ്ങൾ ഉദ്ദേശിക്കുന്ന തുണി ഊരിയ ഫോട്ടോസ് മാത്രമല്ല, അവരെ പേഴ്സണൽ എന്തെങ്കിലും വീഡിയോസ് കാര്യങ്ങളൊക്കെ അവർ അതിൽ കൊണ്ടിടും. അല്ല അത് പറഞ്ഞു വരാൻ വരുമ്പോഴത്തേക്ക് എൻ്റെ സമയം എടുക്കും പുള്ളിക്കാരി. ഇതിപ്പോൾ ഇവർ പറയുന്ന രേണു പെയ്ഡ് സബ്സ്ക്രൈബ് ചെയ്തേക്കുന്നതിൻ്റെ കാര്യമാണ് ഇവർ പറയുന്നത്. അപ്പോൾ അതിൻ്റെ കാര്യത്തെ പറ്റി പറഞ്ഞാൽ അതിനകത്ത് അങ്ങനെയുള്ള സീൻസ് ഒന്നും അല്ല കാണിക്കും. പക്ഷേ രേണുവിൻ്റെ നമ്മൾ എടുക്കുന്ന മൊത്തം അതാണ് കിട്ടുന്നതെന്നുള്ളതാണ്. പിന്നെ ഈ പുള്ളിക്കാരി ഇതിനെപ്പറ്റി ഒരു കാര്യം പറയുന്നുണ്ട്, അത് നമുക്കൊന്ന് കേൾക്കാം. എന്റെ സബിലൊക്കെ വന്നിട്ടുണ്ടാവും. എനിക്ക് സബുണ്ട്. സബിലൊക്കെ വന്നിരുന്ന് പേയ്മെന്റ് വിട്ട് കണ്ടിട്ടായിരിക്കും. കാണാൻ വേണ്ടി വലിയൊന്നും ഇല്ലടോ. ഞാനിങ്ങനെ പുറത്തു പോകുമ്പോൾ ഈ ക്ലീവേജ് കാണിക്കുന്ന സംഭവങ്ങളൊക്കെ തന്നെയുള്ള അതിനകത്തും. അതൊക്കെ വന്നിരുന്ന് കണ്ടിട്ട് ഇപ്പുറത്ത് വന്നിട്ട് എന്നെ തെറിയും വിളിക്കും, ആസ്വദിച്ചിട്ട്. അപ്പൊ ആസ്വദിക്കാൻ വേണം. ആരെങ്കിലും ഇങ്ങനെ കാണിച്ചാൽ അതിനെ തെറിയും പറയും. കേട്ടല്ലോ പുള്ളിക്കാരി പറഞ്ഞു. അതിനകത്ത് ഞാൻ എന്നതാ കാണിക്കുന്നത് പുള്ളിക്കാരി തന്നെ വ്യക്തമായിട്ട് പറയുന്നുണ്ടല്ലോ. ഇതൊക്കെയാണ് ഇതിനകത്ത് കാണിക്കുന്നത്. അത് കണ്ടേച്ച് മാറി ഇന്ന് ചീത്ത വിളിക്കുന്നത്. ഇത് കാണിക്കുന്നതുകൊണ്ടല്ലേ അവർ കാണാൻ വരുന്നത് കൊണ്ടല്ലേ അവർ മാറി ഇന്ന് ചീത്ത വിളിക്കുന്നത്. ഈ വഴിക്കൊന്നും പോകാതിരുന്നാൽ ഈ ഒരു പ്രശ്നങ്ങളൊന്നും വരത്തില്ലല്ലോ. എനിക്കറിയാമല്ലോ, ഇപ്പോൾ കുറേ സ്ത്രീകൾ ഇറങ്ങിയിട്ടുണ്ട് ഈ ഒരു പരിപാടി കൊണ്ടാണ് ഇറങ്ങിയിരിക്കുന്നത്. അവർ ഇത് എന്നാന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഞാൻ കഴിഞ്ഞ ദിവസവും പറഞ്ഞു, ഈ ബ്രസ്റ്റ് എന്ന് പറയുന്ന സാധനം സ്ത്രീയുടെ ശരീരത്തിൽ കൊടുത്തേക്കുന്നത് പൊതുജനങ്ങൾക്ക് കാണാൻ വേണ്ടി ഇങ്ങനെ എടുത്തിട്ടുകൊണ്ട് നടക്കാൻ വേണ്ടിയല്ല. അവളൊരു അമ്മയായി കഴിയുമ്പോൾ, ഒരു കുഞ്ഞിനെ പ്രസവിച്ച് കഴിയുമ്പോഴത്തേക്ക് അതിന് കൊടുക്കാനുള്ളൊരു ഭക്ഷണമാണ് ആ ശരീരത്തിൽ അതിൽ നിന്ന് വരുന്നത്. അതായിട്ടാണ് ദൈവം തന്നെ ഒരു മനുഷ്യന് കൊടുത്തേക്കുന്നത്. അതിനിപ്പോൾ അതൊന്നും അല്ല. ഇതിനൊക്കെ എന്നതൊക്കെയോ പ്രത്യേകതയുണ്ടെന്ന് പറഞ്ഞ് ഇങ്ങനെ ഇറങ്ങി തിരിച്ചേക്കുവാണ് കുറേ എണ്ണങ്ങൾ. ഇങ്ങനെയുള്ള തോന്നിവാസങ്ങളൊക്കെ കാണിക്കുമ്പോഴത്തേക്ക് നമ്മൾ ചിലപ്പോൾ ഒന്ന് പ്രതികരിച്ച് പോകും. പ്രതികരിക്കുമ്പോഴത്തേക്ക് ചീഞ്ഞ മലയാളികളും മോശക്കാരും ഇതിനെതിരെ കമൻറ്റ് ഇടുന്നവരെല്ലാം മോശക്കാരാണ്. പിന്നെ ഇവരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല കേട്ടോ. ഇതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് പെണ്ണുങ്ങളും ആണുങ്ങളും ഉണ്ടെന്ന് ഞാൻ നേരത്തെയും പറഞ്ഞു. ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇതൊക്കെ എന്നെ ഉദ്ദേശത്തിലാണ് ഇവരൊക്കെ സപ്പോർട്ട് ചെയ്യുന്നതെന്ന് മാത്രമേ എനിക്ക് മനസ്സിലാകുന്നില്ല കേട്ടോ. ചേച്ചി സൂപ്പറാണ്, ചേച്ചി അടിപൊളിയാണ്, ചേച്ചി ഇനി ഇങ്ങനെ കാണിക്കണം, ചേച്ചി ഞങ്ങൾ കാണാനുണ്ട് എന്നും പറഞ്ഞുകൊണ്ട് വരെ കമൻറ്റ് ഇടുന്ന പല പെണ്ണുങ്ങളെയും ആണുങ്ങളെയും കണ്ടിട്ട്, ആണുങ്ങൾ പിന്നെ പോട്ടെ, നമുക്ക് വിചാരിക്കാം അവർക്ക് ഇതൊക്കെ കാണാനുള്ള ആക്രാന്തം കൊണ്ടാണെന്നൊക്കെ. ഈ പെണ്ണുങ്ങൾ എന്നതിന്
ഇതിന് സപ്പോർട്ട് ചെയ്ത് കമൻറ്റ് ഇടുന്നത് എന്നാണ് എനിക്ക് മനസ്സിലാകാത്തത്. ഈ പെണ്ണുങ്ങൾ തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് സപ്പോർട്ട് ചെയ്ത് കമൻറ്റ് ഇടുന്നത് എന്നത്തിനാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. പുള്ളിക്കാരി പറയുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്, ഇതിന് കേൾക്കാൻ കിടക്കുന്നേ ഉള്ളൂ. അത് വളച്ചൊടിച്ച് നെഗറ്റീവാക്കി വെക്കും. അതാ ഞാൻ പറഞ്ഞത്, നമ്മുടെ മലയാളികൾ അത്രയും വൃത്തിയുടെ ചീഞ്ഞ മലയാളികളാണ്. നല്ലത് കണ്ടാലും അവർ നെഗറ്റീവാക്കും, അത് നെഗറ്റീവ് കണ്ടാലും അവർ നെഗറ്റീവാക്കും. അവർക്ക് ഒന്നും നല്ലതല്ല. മലയാളികളുടെ കണ്ണി എന്ത് കണ്ടാലും അത് മോശമാണ്. ഇപ്പം വയ്യാത്തതാണോ പ്രായമായതാണോ ചെറിയ കുട്ടിയാണോ എന്നൊന്നുമില്ല. അവർക്ക് എങ്ങനെ അത് നെഗറ്റീവാക്കാമോ അത്രത്തോളം അവരത് വളച്ചൊടിച്ച് നെഗറ്റീവാക്കി വെക്കും. ഇത് കാണിക്കുന്നതിന് കുഴപ്പമില്ല, പറയുന്നതിന് മാത്രമുള്ള പ്രശ്നം. ഇവർ പറയുന്നു മലയാളികൾ ചീഞ്ഞ മലയാളികളാണ്, ഇങ്ങനെയുള്ള പ്രായമുള്ളതെന്നോ പ്രായമില്ലാത്തതെന്നോ എന്നൊന്നും ഇല്ലയെന്ന് പറയുന്നു. നമ്മൾ നാട്ടിൻപുറത്തൊക്കെ പണ്ടൊക്കെ പ്രായം ചെന്ന അമ്മച്ചിമാർ അവർ മുണ്ടും ബ്ലൗസും ഇട്ട് തോർത്തൊന്നും മീത്തെടുത്തില്ല. പക്ഷെ ആർക്കും ഒന്നും തോന്നത്തില്ലായിരുന്നു, ഇല്ലേ? എന്നെങ്കിലും മോശമായിട്ട് തോന്നുന്നു. എൻ്റെയൊക്കെ കുഞ്ഞിലേ ഞാൻ കണ്ടിട്ടുണ്ട്. ഞങ്ങളുടെയൊക്കെ നാട്ടിൻപുറമൊക്കെ ആയിരുന്നു, എൻ്റെ അമ്മയുടെ നാടൊക്കെ നാട്ടിൻപുറം തന്നെയാണ്. അവിടെയൊക്കെ പ്രായമുള്ള അമ്മച്ചിമാരൊക്കെ ഉണ്ടെങ്കിൽ വണ്ണമുള്ളവരുണ്ട് വണ്ണമില്ലാത്തവരൊക്കെ ഉണ്ട്. അവരൊരു മുണ്ടും ബ്ലൗസാണ്, മീത്തൊരു തോർത്ത് പോലും എടുത്തില്ല. പക്ഷെ ആർക്കും ഒന്നും തോന്നത്തില്ല ഇത് പറയാനായിട്ട്. അവരൊരു അമ്മ അങ്ങനെ ഒരു മൈൻഡിലാണ് കാണുന്നത്. അല്ലാതെ അയ്യോ അവിടെ കണ്ടോ അവരോടൊന്നും നമ്മൾ ഒരാൾ നോക്കുമ്പോൾ നമുക്കറിയാം അവർ കണ്ണെങ്ങോട്ടാണ് പോകുന്നതെന്നറിയാം. പക്ഷെ അങ്ങനെ പോലും ഒന്ന് നോക്കുകയോ എടുക്കുകയോ ഒന്നും ചെയ്യുന്നത് ഞാനൊക്കെ വലുതായി കഴിഞ്ഞും കണ്ടിട്ടില്ല. ഇവരിപ്പോൾ പറഞ്ഞ് പ്രായമുള്ളവരെ പോലും വെറുതെ വിടുന്നില്ല എന്ന്. അങ്ങനെയൊന്നും എനിക്ക് തോന്നുന്നില്ല. ഒരു പ്രായം ചെന്നൊരു ആൾ ഒരു ഡ്രസ്സ് ഇട്ടുണ്ടെന്ന്, എന്നാലും അവർക്കും കൊണ്ടൊരു മാന്യതയുണ്ട് കേട്ടോ. അങ്ങനെ മുണ്ടും ബ്ലൗസും എടുക്കുന്നതെന്ന് പറഞ്ഞാലും അവരുടെ ഒരിടവും ചാടി കിടക്കുന്ന രീതിക്കല്ല അവരത് കൊടുത്തുകൊണ്ട് നടക്കുന്നത്, ഒരിടവും കാണിച്ചുകൊണ്ടല്ല നടക്കുന്നത്. അങ്ങനെ പ്രായം ചെന്നവരൊന്നും നിങ്ങളിതിന് കൂട്ടുപിടിക്കേണ്ട. നിങ്ങൾ ഈ കാണിക്കുന്ന തോന്നിവാസങ്ങൾക്ക് നിങ്ങൾ പ്രായം ചെന്നവരെ കൂട്ടുപിടിക്കേണ്ട കാര്യമില്ല. എനിക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചിലപ്പോൾ ഞാൻ ക്ലീവേജ് കാണിക്കും, ചിലപ്പം മുലക്കച്ച കെട്ടി വേണം, ചിലപ്പോൾ നാളെ വരും, ചിലപ്പോൾ ഞാൻ നേവൽ കാണിച്ചിട്ട് വരും. എനിക്ക് ഇഷ്ടമുള്ളതൊക്കെ ഞാനിടും. ഇതിപ്പോൾ ആരെയും ബോധിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല, അതെന്റെ വ്യക്തിപരമായ കാര്യമാണ്. ഞാനൊരു കാര്യം പറയട്ടെ, ഇതെന്റെ ശരീരം അല്ലേ, എന്റെ ശരീരമാണ്. അതെനിക്ക് ഇഷ്ടമുള്ളത് കാണിക്കാം. അതെനിക്ക് ഇഷ്ടമുള്ള പോലെ നടക്കും, ഇഷ്ടമുള്ള ഡ്രസ്സ് ഇടും, ഇഷ്ടമുള്ളത് കാണിക്കും. ഇവരെയൊക്കെ ബോധിപ്പിക്കണോ? ഈ നാട്ടുകാരെയൊക്കെ ഞാൻ ബോധിപ്പിക്കണോ? പിന്നെ അച്ഛൻ മരിച്ചെന്ന് പറഞ്ഞ് ഞാൻ മൂലയിൽ കയറിയിരിക്കണോ? എനിക്ക് ഇഷ്ടമുള്ള ഡ്രസ്സ് ഞാൻ ഇടും. അച്ഛൻ മരിച്ചോണ്ട് അങ്ങനത്തെ ഡ്രസ്സ് ഇടാൻ പാടില്ല. ഇതൊക്കെ എവിടുത്തെ നിയമ? കുറെ പഴഞ്ച നിയമം കൊണ്ട് കുറെ ഫേസ്ബുക്കിൽ കുറെ അമ്മാവന്മാരും അമ്മാവിമാരും ഇറങ്ങിയിട്ടുണ്ട് കുറെ കമന്റ് ഇടാൻ. വേറെ ഒരു പണിയില്ല നിങ്ങൾക്കൊന്നും. പച്ചയ്ക്ക് പറഞ്ഞ എന്റെ അവയവങ്ങളൊക്കെ എനിക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചിലപ്പോൾ ഞാൻ ക്ലീവേജ് കാണിക്കും. കേട്ടല്ലോ, ഇവരൊക്കെ നമ്മൾ ഇത്രയൊക്കെ റിയാക്ട് ചെയ്തിട്ട് പോലും ഇവരിങ്ങനെയൊക്കെ പറയുന്നുണ്ടെങ്കിൽ, ഈ റിയാക്ഷൻ വീഡിയോക്കാരൊന്നും ഇല്ലെങ്കിൽ ഇവരിതിൽ കൂടുതലുള്ള തോന്നിയാസങ്ങൾ കാണിക്കുന്നുള്ളതിൻ്റെ തെളിവാണ് ഇവർ പറയുന്നത്. എനിക്ക് ഇഷ്ടമുള്ളത് കാണിക്കും, നമുക്ക് ഇഷ്ടമുള്ളത് കാണിക്കും നമ്മുടെ പെരയ്ക്കകത്ത്. പക്ഷേ പുറത്തോട്ടിറങ്ങി കാണിക്കുമ്പോൾ ചിലപ്പോൾ നാട്ടുകാർ തന്നെ പ്രതികരിച്ചെന്നിരിക്കും. ഇവർ ഈ പറയുന്നതൊക്കെ ഞാൻ എന്നാ വേണമെങ്കിലും ചെയ്യും, എനിക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാം. നമ്മുടെ ഇവിടെ നിയമവും കാര്യങ്ങളൊക്കെ ഉണ്ട്. പുള്ളിക്കാർ പറയുന്നുണ്ട്, ഇതിനകത്തൊരു കാര്യം പറയുന്നുണ്ട്, ഇത് കഴിഞ്ഞേച്ച് പറയുന്നുണ്ട്, ഞാൻ തുണിയില്ലാതെ ചിലപ്പോൾ നടക്കുമെന്ന്. ഒന്ന് നടന്നു നോക്ക്. ഈ പറച്ചിൽ മാത്രമല്ലേ ഉള്ളൂ, ഒന്ന് നടന്നു നോക്ക്. ഇവിടുത്തെ നിയമവും കാര്യങ്ങളൊക്കെ അപ്പോൾ എന്നതാവും എന്നുള്ള നമുക്ക് കണ്ടറിയാം. ഒന്നെങ്കിൽ നമുക്ക് തലയ്ക്ക് എന്തെങ്കിലും പ്രശ്നം കാണും അങ്ങനെ നടക്കണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അഹങ്കാരം കൊണ്ട് തന്നെ നടക്കുന്നുണ്ട്. ഇതാണ് പറഞ്ഞത്, ഇവരിങ്ങനെ കാണിക്കും, എടുക്കും. ഇതൊക്കെയാണ് ഇവർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവരെ സപ്പോർട്ട് ചെയ്യുന്നവരാണ് ഇത് കൂടുതലും മനസ്സിലാക്കേണ്ടത്. നിങ്ങൾ തന്നെയാണ് ഇത് മനസ്സിലാക്കേണ്ടത്. ഇവരൊക്കെ വന്നേച്ച് പബ്ലിക്ക് വന്നേച്ചാണ് ഇതുപോലെ കിടന്ന് ഈ വേണ്ടാതെ നിങ്ങൾ പറയുന്നതെന്ന് ഓർക്കണം. അല്ലാതെ ഇവരുടെ ഒരു ചാനലിനകത്തൂടെയോ ഇവർ ഇപ്പം നിമിഷ ബിജു അവരുടെ ചാനലിനകത്തൂടെ ഓരോന്നും കാണിക്കുന്നത് എന്ന് പറഞ്ഞാൽ അങ്ങനെയൊന്നും അല്ല ഇവർ ചെയ്യുന്നത്. ഇത് ഒരു മീഡിയയ്ക്ക് കൊടുത്തേക്കുന്ന കാര്യമാണ്. ആ മീഡിയക്കാരാണ് ഇതെടുത്ത് പുറത്തോട്ട് വിടുന്നത്. പിന്നെ ഇവർ പറഞ്ഞു ഇവർ അച്ഛൻ മരിച്ചപ്പോഴത്തേക്ക് അതൊന്നും ഞാൻ പറയുന്നില്ല. കാര്യം അച്ഛൻ മരിച്ചവരും മരിച്ചു അത്രേ ഉള്ളെന്നായിരിക്കും അവരുടെയൊക്കെ ഒരു മൈൻഡ്. എല്ലാവരും ഒരേ മൈൻഡ് ആയിരിക്കണമെന്നില്ല. ചിലർക്ക് അപ്പനും അമ്മയൊക്കെ മരിച്ചു കഴിഞ്ഞാൽ ആ ഒരു സമയത്തൊക്കെ നമ്മുടെ ഒരു മൈൻഡൊക്കെ ഇതായിരിക്കും. നമുക്ക് ഒന്നിനോട് ഒരു ഇത് വരത്തില്ല, ഒരു ആഘോഷങ്ങൾക്ക് പോകാനോ അല്ലെങ്കിൽ മറ്റൊരു കാര്യങ്ങൾക്കോ. അത് ഓരോരുത്തരുടെ മൈൻഡാണ്. അതൊക്കെ അത് നിങ്ങൾ പറയുന്നത് നിങ്ങളുടെ വ്യക്തിപരമായ കാര്യം. അതിനൊന്നും ആരും ഒന്നും പറയാൻ വരുന്നില്ല. അതൊക്കെ നിങ്ങളുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. പക്ഷേ ഞാൻ എൻ്റെ അവിടം കാണിക്കും ഇവിടം കാണിക്കും, നിങ്ങൾ എന്നാ ചെയ്യും എന്നെ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് വന്നാൽ അതിനൊക്കെയുള്ള നിയമവും കാര്യങ്ങളൊക്കെ ഉണ്ട്. ചിലപ്പോൾ തുണിയില്ലാതെ വരും. അപ്പോൾ ഇങ്ങനെ വന്നിട്ട് ചോദിക്കുമോ, ശ്രീലക്ഷ്മി അന്ന് തുണി ഇട്ടായിരുന്നു ഇന്ന് ശ്രീലക്ഷ്മി തുണി ഇട്ടില്ല എന്ന് ചോദിക്കൂലേ? ഓരോരുത്തരും ഇഷ്ടമല്ലേ, ഓരോ സമയത്ത് ഓരോ ഡ്രസ്സ് ഇടും. ഇന്ന് എനിക്ക് കല്യാണമൊക്കെ അല്ലേ, അപ്പോൾ ഒരു ചുരിദാറൊക്കെ ഇട്ട് ഒരു നാടൻ ഇതിൽ വരാൻ തോന്നി. നാളെ ചിലപ്പോൾ ഞാൻ ഒരു ഷോർട്സും ക്ലീവേജും കുക്കളും ഒക്കെ കാണിച്ച് ചിലപ്പോൾ വന്നിരിക്കും. ഇഷ്ടമാണ്, എനിക്ക് എല്ലാ ഡ്രസ്സും ഇടാൻ ഇഷ്ടമാണ്. എല്ലാ ഡ്രസ്സും ഇടുന്ന ആളാണ് ഞാൻ. നിങ്ങളൊക്കെ എൻ്റെ വീഡിയോസിൽ കണ്ടിട്ടുണ്ടാവും, ഞാൻ എല്ലാ ഡ്രസ്സും ഇടാറാണ്. നാളെ ഞാൻ ചിലപ്പോൾ തുണിയില്ലാതെ വരും. അപ്പോൾ ഇങ്ങനെ വന്നിട്ട് ചോദിക്കുമോ, ശ്രീലക്ഷ്മി അന്ന് തുണി ഇട്ടായിരുന്നു ഇന്ന് ശ്രീലക്ഷ്മി തുണി ഇട്ടില്ല എന്ന് ചോദിക്കൂലേ? ഓരോരുത്തരും ഇഷ്ടമല്ലേ, ഓരോ സമയത്ത് ഓരോ ഡ്രസ്സ് ഇടും. ചുമ്മാ പറഞ്ഞ് കൊതിപ്പിക്കാതെ ചേച്ചി, അങ്ങനെ പറഞ്ഞ് കൊതിപ്പിക്കില്ല ചേച്ചി. എന്നാലും കല്യാണത്തിനല്ലേ വന്നത്, കല്യാണത്തിന് വന്നിടത്ത് ഇങ്ങനെയുള്ള ഡ്രസ്സ് ഇട്ടുകൊണ്ട് തുണി എടുക്കാതെ വേണം വരട്ടെ എന്നല്ലേ 10 പേർക്ക് കാണാൻ പറ്റുള്ളൂ. ഇങ്ങനെയൊക്കെ പറഞ്ഞ് കൊതിപ്പിക്കാതെ ചുമ്മാ വന്നേച്ച് ചേച്ചിയുടെ ആരാധകരൊക്കെ ഇങ്ങനെ കൊതിപ്പിച്ചേച്ച് പോയി കഴിഞ്ഞാൽ അവർ പ്രതീക്ഷയോടാണ് ഇരിക്കുന്നത്. പിന്നെ ഇങ്ങനെയുള്ള കല്യാണ സ്ഥലമല്ലേ, അപ്പോൾ കല്യാണ സ്ഥലത്ത് നിങ്ങൾക്ക് മാന്യമായിട്ട് തുണി എടുത്തുകൊണ്ട് വരാൻ അറിയാം അല്ലേ? ഒരു സ്ഥലത്ത് വന്നാൽ മാന്യമായിട്ട് തുണി എടുത്തുകൊണ്ട്, അതുകൊണ്ടാണ് ചുരിദാറിൻ്റെ കഴുത്തിനൊന്നും യാതൊരു കുഴപ്പമില്ല.
മാന്യമായിട്ടാണ് ഡ്രസ്സ് ഇടുക. അപ്പോൾ ഇങ്ങനെ ഇവർക്ക് നടക്കാൻ അറിയാം. അപ്പോൾ ഇവരല്ലാത്ത സമയത്ത് ഇവർ മനഃപൂർവ്വം കാണിക്കുന്നതാണ്. ഞങ്ങൾ ഇങ്ങനെയൊക്കെ കാണിക്കും, നിങ്ങളിത് നെഗറ്റീവിന് വേണ്ടിയാണ് ഇവർ കാണിച്ചു കൂട്ടുന്നത്, അതിനുവേണ്ടിയാണ് കാണിച്ചു വിടുന്നത്. ഇവർക്ക് ഇങ്ങനെ എൻ്റെ ശരീരമല്ലേ, ഞാൻ എന്നതും കാണിക്കും, അത്രയ്ക്ക് തൻ്റെ ഇടം ഉണ്ടായിരുന്നെങ്കിൽ ഇവരിതുപോലൊരു കല്യാണം നടക്കുന്നിടത്ത് വേണമായിരുന്നു അങ്ങനെ വരാനായിട്ട്. അപ്പോൾ സമ്മതിച്ചു കൊടുക്കാം അങ്ങനെ വരുവാണെങ്കിൽ. പക്ഷേ ഒരു കാര്യമുണ്ട്, നാട്ടുകാർ കല്ല് വെറുക്കി എറിഞ്ഞ് ഓടിക്കും. പിന്നെ തുണി കൊടുക്കാതൊക്കെ വരുന്നവരും പറഞ്ഞു, ഞാൻ തുണി കൊടുക്കാതെ വരും, അപ്പോൾ അന്ന് തുണി കൊടുത്തോണ്ട് വന്നില്ലേ, ഇപ്പോൾ തുണി കൊടുക്കാതെ വന്ന എന്നാന്ന് ആരും ചോദിക്കരുതെന്ന് ഒക്കെ മൈൻഡിലല്ലേ പുള്ളിക്കാർ സംസാരിക്കുന്നത്. ആരും ചോദിക്കത്തില്ല. നല്ല കല്ല് പെറുക്കി എറിഞ്ഞ് അല്ലെങ്കിൽ ആൾക്കാർ നല്ല കമ്പ് വെച്ച് നല്ല അടി തന്ന് കയറ്റത്തേ ഉള്ളൂ വരയ്ക്കകത്തോട്ട് തന്നെ. ഇതൊക്കെ എന്നെ ഇതാണ് പറയുന്നത്. നിങ്ങളൊക്കെ പറയുന്നു റിയാക്ഷൻ മീഡിയക്കാർക്ക് ഒരു പണിയില്ലേ, നിങ്ങൾക്ക് വേറെ വല്ല പണിയും ചെയ്ത് ജീവിച്ചുകൂടെ, നിങ്ങളൊക്കെ എന്നതിനാണ് ഇവരെയൊക്കെ ഇങ്ങനെ പറയുന്നത് എന്ന് ചോദിക്കുന്നു. നാളെ സമൂഹത്തിൽ നടക്കാൻ പോകുന്ന കാര്യങ്ങൾ തന്നെയാണ് ഇവൾമാരൊക്കെ വായിന്ന് വരുന്നത്. ഇവർ വെല്ലുവിളിച്ച് കാണിച്ചാൽ ആർക്ക് പോയി? നമ്മളൊക്കെ ഇവർ കാണിക്കുന്നതുകൊണ്ട് 10 പേര് കാണുമെന്നോർത്ത് ഇവരുടെ നന്മയ്ക്ക് വേണ്ടിയല്ല ഇവരോട് കിടന്ന് പ്രശ്നം ഉണ്ടാക്കുന്നത്. ഓരോ കുഞ്ഞുങ്ങൾ വളർന്നു വരുന്നുണ്ട്, ആ തലമുറയിൽ ഇങ്ങനെയുള്ള സാധനങ്ങളൊന്നും ഓരോ കുടുംബത്തുണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ കിടന്ന് പറയുന്നത്. നമ്മളെല്ലാവരും പറയുന്നുണ്ട് എന്നാ കുഴപ്പം, എന്നാ പ്രശ്നം എന്നൊക്കെ ചോദിക്കുന്നവരോട് പറയുന്നതാണ്. അവരല്ലേ, അവരുടെ പാടല്ലേ എന്ന് പറയുന്നു. നമ്മൾ ഓരോന്നും കണ്ടു കഴിയുമ്പോൾ ചില കുഞ്ഞുങ്ങളൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണുമ്പോഴാണ് അവർക്കും തോന്നും ഞങ്ങൾക്കും ഇങ്ങനെ ഇറങ്ങി നടന്നാണ്. അങ്ങനെ നടന്നു കഴിയുമ്പോൾ നിങ്ങൾ നിയന്ത്രിക്കാൻ ചെല്ലുമ്പോഴത്തേക്ക് ആ കുഞ്ഞുങ്ങൾ നിങ്ങളോട് തന്നെ പറയാം, വീട്ടിലുള്ളവരോട് പറയാം, എൻ്റെ ഇഷ്ടമാണ്, എൻ്റെ ശരീരമാണ്, നിങ്ങളാരാ ചോദിക്കാമെന്ന് ചോദിക്കുമ്പോഴാണ് നിങ്ങൾക്ക് ആ ഒരു വിഷമം മനസ്സിലാകുന്നു, ആ ഒരു നാണക്കേട് മനസ്സിലാകുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഈ സപ്പോർട്ട് ചെയ്യുന്നവർ ഇങ്ങനെയുള്ളവരെ സപ്പോർട്ട് ചെയ്യരുത്. ഏത് വേഷം വേണേലും അവർ കെട്ടി അടിക്കോട്ടെ, പക്ഷേ അതിനൊക്കെ ഒരു മാന്യത വേണം. അതാ പറഞ്ഞത്, ഇവരെ സപ്പോർട്ട് ചെയ്യുന്നവർക്ക് ഈ ഒരു കാര്യങ്ങളിൽ ഒന്നെങ്കിൽ ഇവർക്ക് താല്പര്യമുണ്ട്, അല്ലെങ്കിൽ ഇവർക്ക് ഇങ്ങനെ നടക്കാൻ പറ്റാത്തതിൻ്റെ സങ്കടം ഇവർ അവരിലൂടെ കണ്ടു തീർക്കുന്നതെന്ന് മാത്രമേ പറയാനുള്ളൂ. ഇപ്പൊ പച്ചയ്ക്ക് പറഞ്ഞാണോ, പച്ചയ്ക്ക് അങ്ങനെ പറയുവാണെങ്കിൽ ഞാനിപ്പോ അങ്ങനെ പറയാൻ പറ്റത്തുള്ളൂ. ഇപ്പൊ മറച്ചു വെച്ചിട്ട് പറയുന്നത് ഇതൊന്നും വൃത്തികെട്ട കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഇപ്പൊ ഒരു സ്ത്രീയുടെ ശരീര അവയവങ്ങളൊക്കെ ഇത്ര മോശമാണെന്ന് പറയാൻ വേണ്ടിയിട്ട് എന്തോ ഉള്ളേ? ഈ പറയുന്ന അമ്മമാർക്കൊക്കെ ഭാര്യമാരില്ലേ, അവരൊക്കെ കണ്ണടച്ചിരിക്കുമായിരുന്നു ഭാര്യയെ കൊണ്ടുവന്ന് വീട്ടിൽ വെച്ചിട്ട് ആയിരുന്നോ? ഈ പറയുന്ന എല്ലാ വീട്ടിലുള്ള അമ്മമാർക്കും പെങ്ങന്മാർക്കും ഭാര്യമാർക്കും എല്ലാവർക്കും ഈ സാധനങ്ങളൊക്കെ ഉള്ളതാ. അപ്പൊ അകത്തിരുന്ന് ആസ്വദിക്കുകയും ചെയ്യും, പുറമേ നമ്മുടെ ഇതൊക്കെ കാണുമ്പോൾ പുറമേ വന്ന് കമന്റ് വിടും, തെറിയും വിളിക്കും. എന്തിന്റെ ആവശ്യത്തിനാ? ഇതൊരു വൃത്തികെട്ട സാധനമൊന്നുമല്ല. സ്ത്രീകളുടെ ശരീരഭാഗങ്ങളൊന്നും വൃത്തികെട്ട സാധനമല്ല. സ്ത്രീകൾക്ക് ദൈവം അനുഗ്രഹിച്ചു കൊടുത്തിട്ടുള്ള ഒരു സൗന്ദര്യം തന്നെയാണ് സ്ത്രീ ശരീരം. അതിനെ ഇത്ര കുറ്റപ്പെടുത്താനോ പുച്ഛിക്കാനോ വൃത്തികെട്ടോ, അയ്യോ എന്തൊരു വൃത്തികേടെന്ന് പറയേണ്ട കാര്യമൊന്നുമില്ല. ഈ പറയുന്നവരൊക്കെ ആസ്വദിക്കുകയും ചെയ്യുന്നുണ്ട്. പിന്നല്ലേ, അവിടെ ഇരുന്ന് ആസ്വദിക്കുകയും ചെയ്യും, എന്നിട്ട് ഇപ്പുറത്ത് വന്നിരുന്ന് തെറിയും പറയും. വൃത്തികെട്ട ആൾക്കാർ മലയാളികൾ, കുറെ അമ്മായിമാര് ഫേസ്ബുക്ക്. ഇവരൊക്കെ ഇങ്ങനെയൊക്കെ പറഞ്ഞില്ലെങ്കിലും ഉള്ള അത്ഭുതം, തുണിയില്ലാതെ നടക്കുമെന്ന് പറഞ്ഞവർക്ക് ഇതൊന്നും വിഷയമല്ല. ആദ്യമേ ഞാൻ അവരെ പറയുന്ന കാര്യങ്ങൾ ഞാൻ നോട്ട് ചെയ്തേക്കുന്നത് എന്നാന്ന് വെച്ചാൽ അവർ പച്ചയ്ക്കാണ് പറയുന്നത്. അതായത് സ്ത്രീയുടെ ബ്രസ്റ്റിനെ പറ്റിയാണ് അവർ പച്ചയ്ക്ക് പറയുന്നത്. പിന്നെ ബാക്കിവശമാണ് ഇവർ പച്ചയ്ക്ക് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ മൂട്ട് ചെയ്തേക്കുന്നത്. അവരുടെ ഇതിലിത് സോഷ്യൽ മീഡിയയിലൊക്കെ കിടപ്പുണ്ട്, അവർ പറയുന്നത് കേൾക്കണമെന്നുള്ളവർക്ക് അത് പോയി കേൾക്കാം. ഞാൻ അതുകൊണ്ടാണ് അത് പുറത്തോട്ട് അവരുടെ വായിന്ന് അവർക്ക് അതിനൊരു നാണമില്ല. പക്ഷേ നമുക്കൊക്കെ അത് മറ്റുള്ളവർ കേൾക്കുമ്പോഴെങ്കിലും നമുക്ക് ശരിയാണ്, മനുഷ്യൻ്റെ ശരീരത്തെ അവയവങ്ങളൊന്നും മോശമുള്ള സാധനങ്ങളല്ല, അതൊക്കെ ദൈവം തമ്മിൽ കൊടുത്തേക്കുന്നതാണ് മനുഷ്യർക്ക് എന്നും പറഞ്ഞുകൊണ്ട് തുണി പറിച്ച് നടക്കുമോ ആരെങ്കിലും? എനിക്ക് ദൈവം തന്നതാണ് ഇതൊന്നും പറഞ്ഞുകൊണ്ട് തുണി കൊടുക്കാതെ ആരെങ്കിലും നടക്കുമോ? ഇവരൊക്കെ നടക്കുമായിരിക്കും, പക്ഷേ മനുഷ്യരായിട്ടുള്ളവർ ബോധമുള്ളവർ നടക്കുകയില്ല. ഇങ്ങനെയുള്ളവർക്കൊക്കെ വേണ്ടിയാണ് പണ്ട് കിടന്ന ആൾക്കാർ കിടന്ന് കഷ്ടപ്പെട്ടത്. അവരവർക്ക് മാറുമറയ്ക്കാനും തുണി കൊടുക്കാനും ഒക്കെ വേണ്ടി കിടന്ന് പ്രശ്നം ഉണ്ടാക്കി തല്ലും കൊണ്ട് ഒരുപാട് സമരങ്ങളും ചെയ്ത് വന്നത് ഇവർക്കൊക്കെ വേണ്ടി. ഇവർക്ക് ഇപ്പോൾ തുണിയില്ലാതെ നടക്കാനാണ് കൊതി. ഇവരൊക്കെ അന്ന് ജനിച്ചിരുന്നെങ്കിൽ ഇവർക്കൊക്കെ സന്തോഷമായിരുന്നേനെ, അന്നായിരുന്നെങ്കിൽ ഇവർക്കൊക്കെ സന്തോഷമായിരുന്നേനെ. കാര്യം ഒട്ടും കൊടുക്കണ്ട, മാറെന്ന് പറഞ്ഞ സ്ഥലത്ത് തുണിയെ ഇടുകണ്ടായിരുന്നു, എന്നിട്ട് മറ്റുള്ളവരുടെ മുന്നിൽ പോയി നിന്ന് കൊടുക്കുകയും ചെയ്യണമായിരുന്നു. അതൊക്കെ ഇവർ ശരിക്കും ആസ്വദിച്ചായിരുന്നേനെ. ഇപ്പോഴൊന്നും ജനിക്കേണ്ടവരല്ലായിരുന്നു കേട്ടോ, പണ്ടൊക്കെ ജനിക്കേണ്ടവരായിരുന്നു. പിന്നെ ഇതിൽ പറയുന്ന വേറെ കുറച്ച് കാര്യങ്ങളുണ്ട്. ഈ പറയുന്ന അമ്മമാർക്കൊക്കെ ഭാര്യമാരില്ലേ, അവരൊക്കെ കണ്ണടച്ചിരിക്കുമായിരുന്നു ഭാര്യയെ കൊണ്ടുവന്ന് വീട്ടിൽ വെച്ചിട്ട് ആയിരുന്നോ? ഈ പറയുന്ന എല്ലാ വീട്ടിലുള്ള അമ്മമാർക്കും പെങ്ങന്മാർക്കും ഭാര്യമാർക്കും എല്ലാവർക്കും ഈ സാധനങ്ങളൊക്കെ ഉള്ളതാ. അപ്പൊ അകത്തിരുന്ന് ആസ്വദിക്കുകയും ചെയ്യും, പുറമേ നമ്മുടെ ഇതൊക്കെ കാണുമ്പോൾ പുറമേ വന്ന് കമന്റ് വിടും, തെറിയും വിളിക്കും. ഇവർ ഈ പറയുന്നത് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇത് എന്നെ അത് മനസ്സിലാവുന്നുണ്ടോ? കാര്യം എന്നു വെച്ചാൽ ഇതിനൊക്കെ തലയ്ക്ക് വെളിവില്ല എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഇതാണ്. അമ്മാവന്മാരൊക്കെ കല്യാണം കഴിച്ചുകൊണ്ട് വന്ന് അവർ പിന്നെ അവരുടെ ഭാര്യയുടെ അല്ലേ അവർ കാണുന്നത്, അല്ലാതെ അയലോക്കത്തെ വീട്ടിൽ ചേച്ചി ബാ എന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ട് പോയി കാണാൻ പറ്റുമോ? ഇതിൻ്റെയൊക്കെ വിവരം എത്ര മാത്രമുണ്ടെന്നുള്ള ഈ സംസാരത്തിൽ നിന്ന് മനസ്സിലാക്കുന്നവർക്ക് മനസ്സിലാക്കാം. അമ്മാവന്മാർ അവരുടെ കല്യാണം കഴിച്ച് ഭാര്യയും ഭർത്താവും എന്ന് പറഞ്ഞാൽ പിന്നെ എന്നതാണ്? അത് കാണിക്കാൻ പാടില്ലെന്നാട്ടോ പുള്ളിക്കാർ പറയുന്നതെന്ന് എനിക്ക് തോന്നുന്നു. ഭാര്യ ഭർത്താവിന് കാണിക്കാൻ പാടില്ല, വെളിയിലോട്ട് ഇറങ്ങിച്ച് നാട്ടുകാരെ കാണിക്കണം. അതായിരിക്കും പുള്ളിക്കാർ ഉദ്ദേശിക്കുന്നത്.
അത് കണ്ടേച്ച് പുറത്ത് വന്നേച്ച് ഇവർ കാണിക്കുന്ന കാണുമ്പോഴത്തേക്ക് അയ്യേന്ന് വെക്കുന്നത് അത് കാണുന്നവരല്ലേ ഇവരെന്ന്. പിന്നെ പെങ്ങന്മാരില്ലേ, പെങ്ങന്മാരൊക്കെ ഇങ്ങനെയൊക്കെ കാണിച്ചുകൊണ്ടാണോ നടക്കുന്നത് വീട്ടിലുള്ള ആങ്ങളമാരെ, അല്ലെങ്കിൽ അപ്പനെ ഇങ്ങനെ കാണിച്ചുകൊണ്ടാണോ നടക്കുന്നത്? ഇവർ എന്നെയാണ് ഉദ്ദേശിക്കുന്നതെന്ന് ഇവർക്ക് തന്നെ വെളിവില്ല. ഇപ്പം മനസ്സിലായി തുണി എടുക്കാൻ നടക്കുമെന്ന് പറഞ്ഞതിൻ്റെ കാര്യം എന്നാന്ന് മനസ്സിലായി. ഈ വെളിവില്ലായ്മയാണ് ഇവർ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അത് സപ്പോർട്ട് ചെയ്യാൻ ഒരു ക്യാമറയും പിടിച്ചു നടക്കുന്ന ഒരു തെണ്ടി. ഇവനൊക്കെ പച്ചയ്ക്ക് വേറെ വല്ല ഭാഷയാണ് വിളിക്കേണ്ടത്. അവൻ പറഞ്ഞു കേട്ടോ, എന്നിട്ട് കുറ്റം പറയുമല്ലേ എന്ന്. ഇവൻ്റെ വീട്ടിലെ ഭാര്യനെ ഇവൻ പുറത്തോട്ട് ഇറക്കി വിടുവോ? ഏക്കാലും ഞാൻ കണ്ടു, നാട്ടുകാരെയും കൂടെ നീ ഒന്ന് കാണിക്കേ എന്ന് പറഞ്ഞ് ഇറക്കി വിടുവോ ഇവനൊക്കെ? ഇങ്ങനെ കുറേ അവന്മാർ ഞരമ്പന്മാരെന്ന് ഇവനെയൊക്കെ വിളിക്കാൻ പറ്റത്തുള്ളൂ. കാര്യം എന്നാന്ന് വെച്ചാൽ ഇവളുമാർ പറയുന്ന ഈ ഇങ്ങനെയുള്ള വൃത്തികെട്ട കാര്യങ്ങൾ കേട്ട് ഇവന്മാർക്കത് ഭയങ്കര ഒരു പുളകം കൊള്ളുന്നുണ്ട്. ആ പുളകം കൊള്ളുന്നതുകൊണ്ടാണ് ഇവന്മാർ വീണ്ടും വീണ്ടും ഇവരുടെ അടുത്ത് ഇങ്ങനത്തെ തോന്നിവാസങ്ങൾ കൊണ്ട് ചെല്ലുന്നത്. അതിനനുസരിച്ച് ഇവളുമാർ ഈ വെളിവില്ലാത്ത നടക്കുന്ന ഇവളൊക്കെ ഇതൊക്കെ വിളിച്ച് പറയുന്നുണ്ട്. ഇവളൊക്കെ ഇനിയിപ്പോൾ എന്തെങ്കിലും നമ്മൾ റിയാക്ട് ചെയ്യുമ്പോൾ നമ്മൾ തെറി വിളിക്കാൻ വരുമായിരിക്കും. തെറി വിളിക്കാൻ വന്നാലും കുഴപ്പമില്ല. ഈ പറയാനുള്ളത് പറയാതിരിക്കാൻ പറ്റത്തില്ല. നിങ്ങൾക്ക് പറയാനുള്ള അഭിപ്രായങ്ങൾ ഇങ്ങനെ കമൻറ്റിലൂടെ പറയുക. കാര്യം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുന്നത് ശരിയോ തെറ്റോ എന്ന് പറയാം. പുറമേ നമ്മുടെ ഇതൊക്കെ കാണുമ്പോൾ പുറമേ വന്ന് കമന്റ് വിടും, തെറിയും വിളിക്കും. എന്തിന്റെ ആവശ്യത്തിനാ? ഇതൊരു വൃത്തികെട്ട സാധനമൊന്നുമല്ല. സ്ത്രീകളുടെ ശരീരഭാഗങ്ങളൊന്നും വൃത്തികെട്ട സാധനമല്ല. സ്ത്രീകൾക്ക് ദൈവം അനുഗ്രഹിച്ചു കൊടുത്തിട്ടുള്ള ഒരു സൗന്ദര്യം തന്നെയാണ് സ്ത്രീ ശരീരം. അതിനെ ഇത്ര കുറ്റപ്പെടുത്താനോ പുച്ഛിക്കാനോ വൃത്തികെട്ടോ, അയ്യോ എന്തൊരു വൃത്തികേടെന്ന് പറയേണ്ട കാര്യമൊന്നുമില്ല. ഈ പറയുന്നവരൊക്കെ ആസ്വദിക്കുകയും ചെയ്യുന്നുണ്ട്. പിന്നല്ലേ, അവിടെ ഇരുന്ന് ആസ്വദിക്കുകയും ചെയ്യും, എന്നിട്ട് ഇപ്പുറത്ത് വന്നിരുന്ന് തെറിയും പറയും. വൃത്തികെട്ട ആൾക്കാർ മലയാളികൾ, കുറെ അമ്മാവന്മാരും അമ്മാവിമാരും. ഫേസ്ബുക്ക്, ഇത് ഫേസ്ബുക്കിലെ കാര്യം അവർ പറയുന്നത്. ഫേസ്ബുക്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ യൂട്യൂബ് അല്ല കേട്ടോ. നമ്മുടെ യൂട്യൂബിലാണെങ്കിൽ എന്തെങ്കിലും ഒരു മോശം കമൻറ്റ് വന്നാൽ യൂട്യൂബ് തന്നെ അത് റിമൂവ് ചെയ്യും. നമുക്ക് ചിലപ്പോൾ കമൻറ്റ് ഇതായിട്ട് വരത്തില്ല. ഒരു ഇച്ചിരി ഇതൊക്കെ ആയിട്ട് കൊടുത്താൽ അപൂർവങ്ങളിലേ ഉള്ളൂ ചില കമൻറ്റൊക്കെ ഇങ്ങനെ ഞാൻ കാണുന്നുള്ളൂ. പക്ഷേ ഇങ്ങനെ ഫേസ്ബുക്ക് അങ്ങനെയല്ല. പച്ച തെറി വിളിച്ച് അത് അവിടെ കിടക്കുക തന്നെ ചെയ്യും. ഇവിടെയൊക്കെ ഫേസ്ബുക്കിൽ കിടന്ന് വിളിച്ചില്ലേ ഉള്ളൂ അത്ഭുതം. പിന്നെ ഇതൊക്കെ കണ്ടേച്ച് ഇവർ വന്നേച്ച് ഇവർ കാണിക്കുന്ന കാണുമ്പോൾ അയ്യേ എന്ന് വെക്കുമെന്ന്. എന്നാ ബോധമുണ്ടെന്ന് ഓർത്ത് നോക്കിക്കുകയാണെങ്കിൽ ഇതിനൊക്കെ എത്രമാത്രം. പിന്നെ ഇതിനൊക്കെ നമ്മൾ റിയാക്ട് ചെയ്തിട്ട് വല്ല കാര്യമുണ്ടോ? നമ്മൾ എത്ര പട്ടിയുടെ വാല് കുഴലിൽ എടുത്ത മാതിരിയാണ് ഇവരോടൊക്കെ നമ്മൾ എന്നേലും പറഞ്ഞു കൊടുക്കുന്നത്. ഇവരൊക്കെയാണ് രേണുവിനെ സപ്പോർട്ട് ചെയ്തത്. രേണു ഇതൊക്കെ തന്നെയല്ലേ പറയുന്നത്. എന്നാ പണ്ടുള്ളവർ നടന്നിട്ടില്ലേ, മുണ്ടും ബ്ലൗസ് കൊടുത്ത് നടന്നിട്ടില്ലേ എന്നാണ് ചോദിക്കുന്നത്. എന്നതാ ഇതിനൊക്കെ പറയുക, ഇതിനൊക്കെയുള്ള മറുപടി. അത് എൻ്റെ കമൻറ്റിൽ ആരോ ഒരാൾ ഒരു കമൻറ്റ് ഇട്ടായിരുന്നു, അത് മറന്നുപോയി. രേണുവിനുള്ളൊരു മറുപടി ആയിട്ടുള്ളൊരു കമൻറ്റായിരുന്നു. അപ്പോൾ ഈ പുള്ളിക്കാരി പറയുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾ മനസ്സിലാക്കുക. നല്ല വിവരം ബോധമുള്ള കാര്യങ്ങളാണ് പറയുന്നത്. അപ്പം ഈ ചേട്ടന്മാരെന്നൊക്കെ ഉള്ളവരൊക്കെ ഒന്ന് മനസ്സിലാക്കുക. കാര്യം നിങ്ങളുടെ ഭാര്യമാരുടെയൊക്കെ നിങ്ങൾ കാണുന്നില്ലേ, അത് തെറ്റാണ് നിങ്ങൾ ചെയ്യുന്നത്. അത് നിങ്ങൾ കണ്ടേച്ച് പിന്നെ ഇവരെ കുറ്റം കൂടെ പറയാൻ ഒട്ടും പറ്റത്തില്ല. എന്നാ പറയാനെന്ന് പറയുന്നത് ഇതിനൊക്കെ മറുപടി പറഞ്ഞാണ്ടല്ലോ ഒത്തിരി ആയിപ്പോവും, അതിര് വിട്ടുപോകും നമ്മൾ പറയുന്ന വാക്കുകൾ. കാര്യം ഇങ്ങനെയുള്ളതിനൊക്കെ അങ്ങനെയൊക്കെ മറുപടി കൊടുത്തേ പറ്റൂ. പക്ഷേ നമുക്ക് നമ്മുടേതായ ഒരു മാന്യതയുണ്ട്, അത് പരിധി വിട്ട് നമുക്കും പറയാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് മിണ്ടായിരിക്കുന്നത്. എന്നാൽ ഇതൊക്കെ കുറച്ചെങ്കിലും നമ്മൾ റിയാക്ട് ചെയ്തില്ലെങ്കിൽ ഉണ്ടല്ലോ, പെണ്ണാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. കാര്യം നമ്മളൊരു പെണ്ണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. സ്ത്രീയുടെ ശരീരത്തെ അവയവങ്ങളൊന്നും മോശ സാധനങ്ങളല്ല, ആരുടെയും ശരീരത്തെ മോശ സാധനങ്ങളല്ല. ആണുങ്ങളുടെ ശരീരത്തെ പിന്നെ എന്താ മോശമായിട്ട് വല്ലതൊക്കെ ഉണ്ടോ? അവർക്ക് മോശമായിട്ടൊന്നുമില്ല. ഒരാണ് പരസ്യമായിട്ട് നിന്ന് തുണി ഉരിഞ്ഞ് കാണിച്ചാൽ എന്നതിനാണ് പിന്നെ ഒരു പെണ്ണുകൊണ്ടേ കേസ് കൊടുക്കുന്നത്? ഇവളുമാർ പറയുന്നുണ്ട് സ്ത്രീയുടെ ശരീരങ്ങൾ മൊത്തം കാണിക്കാനുള്ളതെന്ന് പറയുന്നു. ഒരാണ് ഒരു പെണ്ണ് എവിടെയെങ്കിലും നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ അവളെ അവൻ്റെ തുണി ഒന്ന് ഉരിഞ്ഞ് കാണിച്ചാൽ എന്നതിനാണ് കേസ് കൊടുക്കുന്നത്? കേസ് കൊടുക്കാൻ പാടില്ല. അവരുടെ ശരീരത്തിൽ തന്നെ മോശപ്പെട്ട പല സാധനങ്ങളൊക്കെ ഫിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടോ? ഇതാണ് നമ്മുടെ അടുത്ത് നിയമം. ഇതാണ് പറയുന്നത്. ഈ സ്ത്രീകൾ ഇങ്ങനെ കാണിച്ചാൽ ഒന്നും പറയാനായിട്ടും ആണുങ്ങൾക്ക് പറ്റത്തില്ല. ആണുങ്ങൾ ഇപ്പോൾ എന്നേലും പറഞ്ഞാൽ അവർ സദാചാരം പറയുന്നു, അല്ലെങ്കിൽ സ്ത്രീയെ അനാവശ്യം പറഞ്ഞു, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് പുറത്തോട്ട് വരുന്നത്. പക്ഷേങ്കിൽ സ്ത്രീകൾക്ക് എവിടെ വേണേലും കാണിക്കാം. പറഞ്ഞൊരു തുണി ഇല്ലാതെ വേണേലും നടക്കാം. ഒരാൺ അങ്ങനെ ഒന്ന് നടക്കട്ടെ, ഇവരെന്നതൊക്കെയായിരിക്കും പറയുന്നത്. ഇത്രമാത്രം വൃത്തികേടുകൾ പറയും. അവനെ പിന്നെ തല്ലാനായിട്ട് വരെ 100 പേര് കാണും. അവൻ അങ്ങനെ കാണിച്ചു ഇങ്ങനെ കാണിച്ചു എന്നും പറഞ്ഞോട്ട്. എന്തിന്? നമ്മുടെ മറ്റേ ഇവർ ഭാഗ്യലക്ഷ്മി ഭയങ്കര ഫെമിനിസ്റ്റിയാണ്, ഭയങ്കര ഇത് പറയുന്ന പുള്ളിക്കാരി പറഞ്ഞുതരാം. ഒരു പുരുഷൻ നിന്ന് മൂത്രം ഒഴിക്കുന്നതിനകത്തേക്ക് വണ്ടി ഇടിച്ച് കൊല്ലാൻ തോന്നിയെന്ന്. ഇതൊന്നും കുഴപ്പമൊന്നുമില്ല. ഇതിനി അതിൻ്റെ ഒരു കുറവും കൂടെ ഉള്ളൂ. ഇവളൊക്കെ പറയുന്ന ഈ ഒരു വാക്കുകൾക്കൊന്നും കുഴപ്പമൊന്നുമില്ല. ഇവരൊക്കെ അതിനൊക്കെ സപ്പോർട്ടായിരിക്കും. ഇതൊക്കെ കേട്ട് കഴിയുമ്പോൾ നമുക്ക് പറയാതിരിക്കാൻ പറ്റത്തില്ല. എന്നാലും ഇതിന് കുറച്ച് കമൻറ്റുകളൊക്കെ വന്നിട്ടുണ്ട്. കമൻറ്റുകൾ വരാനുള്ള ഇങ്ങനെ ഒരു പോസ്റ്റ് വന്നായിരുന്നു. വന്ന പോസ്റ്റ് എന്ന് പറഞ്ഞാൽ പോസ്റ്റ് വന്നിരിക്കുന്നത് നമ്മുടെ ഇത് ഇൻസ്റ്റ തന്നെയാണ് വന്നിരിക്കുന്നത്. അശ്ലീലവും നിയമവിരുദ്ധവുമായ ഉള്ളടക്കങ്ങൾ പ്രചരിപ്പിച്ചാൽ പണി കിട്ടും. ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾക്ക് മുന്നറിയിപ്പുമായി കേന്ദ്ര സർക്കാർ. ഇത് നേരാണോ ഇല്ലയോ എന്ന് എനിക്കറിയാൻ പറ്റില്ല കേട്ടോ. കേന്ദ്രത്തിൽ നിന്നൊക്കെ ഇങ്ങനെയൊക്കെ വല്ലതും വന്നിട്ടുണ്ടോ എന്നൊന്നും എനിക്കറിയാൻ മേല. ഇതൊരു പോസ്റ്റ് കണ്ടാണ്. ഏത് സർക്കാരാണെന്ന് പറഞ്ഞാലും ഇങ്ങനൊരു നിയമം വരുത്തുവാണെങ്കിൽ നല്ലതാണ്. അതിൻ്റെ താഴെ കുറച്ച് കമൻറ്റുകൾ വന്നിട്ടുണ്ട്. അതിൻ്റെ താഴെ വന്നിരിക്കുന്ന കമൻറ്റുകൾ എന്ന് പറഞ്ഞാൽ
ഇതൊക്കെ എന്നീ വരേണ്ടതാണ്. പെട്ടെന്ന് നടപ്പിൽ വരുമോ? ഇനി നല്ല റീൽ പോസ്റ്റ് മതി. കാര്യം വെച്ചാൽ ആൾക്കാർക്ക് നല്ല നല്ല റീൽസ് കാണാൻ ആഗ്രഹങ്ങളുണ്ട്. നല്ല പാട്ടുകളിട്ട് നല്ല നല്ല റീൽസുകൾ കാണാൻ ആൾക്കാർക്ക് താല്പര്യമുണ്ട്. കാര്യം അങ്ങനെയുള്ള റീൽസ് ഒന്നും ഇപ്പോൾ നമ്മുടെ മുന്നിലേക്ക് വരുന്നില്ല. അങ്ങനെയുള്ള റീൽസൊക്കെ ഓരോരുത്തർ ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ ഒരു അഭിഹിതവും ഈ ഒരു അഴിഞ്ഞാട്ടം മാത്രമാണ് നമ്മുടെ മുന്നിലേക്ക് വരുന്നത്. നമ്മൾ അവരുടെയൊക്കെ ഐ ഡി തപ്പിയെടുത്ത് ചെല്ലുമ്പോഴാണ് ആ ഒരു റീൽസൊക്കെ നമ്മളൊന്ന് കാണുന്നത്. കാര്യം അവർ 1-2 റീൽസ് ഒന്നും ഇടും, പിന്നെ അവർ കുറച്ച് ദിവസം കഴിഞ്ഞായിരിക്കും അടുത്തൊന്ന് ചെയ്യുന്നത്. പക്ഷേ ഇവരങ്ങനെയല്ല. ഇവർക്ക് പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ലല്ലോ. കഴുത്ത് വെട്ടി ഇറക്കുക, മുന്നോട്ട് വരിക, ഓരോ വെറുതേടുകൾ വിളിച്ച് പറയുക, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് കൂടുതൽ. ഇതൊക്കെ നമ്മൾ ഇവരൊന്ന് സപ്പോർട്ട് ചെയ്യുന്നവരല്ല, ഇവരൊന്നും ഫോളോ ചെയ്തിട്ടുള്ളവരല്ല നമ്മൾ. പക്ഷേ ഇതെങ്ങനെയാണെങ്കിലും ഇതൊക്കെയാണ് കൂടുതൽ സോഷ്യൽ മീഡിയയിലോട്ട് നമ്മുടെ മുന്നിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ഇതുണ്ട്, ഒരു പുള്ളിക്കാരൻ എഴുതിയേക്കുന്നതാണ്, പെൺവർഗത്തെ കൊണ്ട് ഇൻസ്റ്റ തുറക്കാൻ പറ്റുന്നില്ല, നാറികളെ കൊണ്ട് എവിടെ നോക്കിയാലും ഉളുപ്പില്ലാത്ത സ്ത്രീകൾ, അപ്പോൾ ഇത് കാണുന്നത് കൊണ്ടല്ലേ എന്ന് ഓട്ടോമാറ്റിക്കായി വന്ന് നാറികളെ കൊണ്ട് തോറ്റു. ഇത് ഓട്ടോമാറ്റിക്കായിട്ട് വരുന്നു, നാറികളെ കൊണ്ട് തോറ്റു. ഇത് ഓട്ടോമാറ്റിക്കായിട്ട് ഞാനതിപ്പോൾ പറഞ്ഞത് കാര്യം എന്നാന്ന് ചോദിച്ചാൽ, നമ്മളിപ്പോൾ ഇത് എടുത്തില്ലെങ്കിൽ നമ്മൾ ഇൻസ്റ്റയിൽ തുറക്കുമ്പോഴേ ഇതിങ്ങനെയുള്ള കാര്യങ്ങളാണ് വരുന്നത്. അല്ല നല്ലൊരു റീൽസോ കാര്യങ്ങൾ നമുക്ക് കാണാനായിട്ടില്ല. കാര്യം ഒരു ദിവസം തന്നെ ഇവരൊരു 5-6 എണ്ണം അങ്ങോട്ട് പുറത്തോട്ട് വിടും. ഇവർ തന്നെ വിടും, പിന്നെ ഇവരല്ലാതെ കുറേ ഈ മീഡിയക്കാർക്ക് കൊടുക്കും, അവന്മാരും അതങ്ങോട്ട് വിടും. പിന്നെ ഇവർ ഇഷ്ടപ്പെടുന്ന കുറേ ആൾക്കാരെന്ന് പറഞ്ഞിട്ട് അവരിതെടുത്ത് അല്ലാതൊന്നും പോസ്റ്റും കൂടെ ചെയ്യും. പിന്നെ ഈ കാണുന്നതൊക്കെ ഇങ്ങനെയാണ് നമുക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് എല്ലാവരും ഇതിനെ എതിർക്കുന്നത്. ഇതിനകത്ത് കൊടുത്തേക്കുന്നത് അടക്കം ഇൻസ്റ്റന്റ് ഇടയ്ക്ക് വരുന്നത് കുറേ മാറിഡോ പുറത്തിട്ട് പിന്നെ ഭാഗ്യ വെച്ച്, അത് പച്ചക്കാണ് ഇതിനകത്ത് എഴുതിയേക്കുന്നത്, കാണിച്ച് നടക്കുന്ന കുറേ വൃത്തികെട്ട ജന്മങ്ങളുണ്ട്. ഇവർക്കൊക്കെ ഒരു മുന്നറിയിപ്പാണ്, പെണ്ണുങ്ങളാണ് എന്നുവെച്ചാൽ പെണ്ണുങ്ങളാണ് എന്നിട്ട് പോലും ഇങ്ങനെയുള്ള തോന്നിയാസങ്ങളാണ് കാണിക്കുന്നതെന്നുള്ളത് സത്യമാണ്. ഒരു കമൻറ്റ് വന്നേക്കുന്നതാണ്, കൊച്ചു കുട്ടികളുടെ കൂടെ ഇരുന്ന് പോലും റീൽസ് കാണാൻ പറ്റാത്ത അവസ്ഥയാണ് ഇപ്പോൾ ഇൻസ്റ്റയിൽ. സത്യമാണ്, നമുക്ക് കൊച്ചു പിള്ളേരുടെ കൂടെ ഇരുന്ന് നമുക്ക് നമ്മുടെ ഇതിനകത്ത് റീൽസ് ഒന്നും കാണാൻ പറ്റത്തില്ല. നേരത്തേക്ക് നമ്മൾ വീഡിയോസൊക്കെ ഈ ഫേസ്ബുക്കിലൊക്കെ ആണെങ്കിൽ എന്തെങ്കിലുമൊക്കെ റീൽസൊക്കെ ഉണ്ട്, പാട്ടും കാര്യങ്ങളൊക്കെയാണ്, സിനിമയിൽ പാട്ട് വെച്ച് അവരോരോ റീൽസ് ചെയ്യുന്നത്, നമുക്കത് കാണാൻ പറ്റുമായിരുന്നു. ഇപ്പോൾ അങ്ങനെയല്ല. ഇപ്പോൾ സത്യം പറഞ്ഞാൽ ഞാനൊരു ഫോൺ ഓൺ ആക്കുമ്പോഴത്തേക്ക് എൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും നോക്കും, എൻ്റെ പിള്ളേർ വല്ലതും വന്ന് ഇരിപ്പുണ്ടോ നോക്കിയതിന് ശേഷമാണ് ഞാനിത് ഓപ്പൺ ആക്കുന്നത്. കാര്യം എന്നാന്ന് വെച്ചാൽ ഇതിനകത്ത് പറയുന്ന വാക്കുകൾ, ഇതിനകത്ത് വരുന്ന കാര്യങ്ങൾ ഒന്നും നമ്മൾ പ്രതീക്ഷിക്കാത്ത കാര്യങ്ങൾ, ചിലപ്പോൾ നമ്മൾ പോലും അറിയാതെ ഈ ഇജ്ജെന്ന് വെച്ചാൽ നമ്മളങ്ങ് മാറ്റിവിടാറുണ്ട്. അതുപോലുള്ള കാര്യങ്ങളാണ് വരുന്നത്. ഇത്തരം നല്ല നിയമങ്ങൾ ഇന്ത്യയിൽ കൊണ്ടുവരാൻ യാതൊരു സാധ്യതയുമില്ല. സത്യമാണ് പറഞ്ഞത്. അങ്ങനെ ഒരു ഇച്ചിരിയെങ്കിലും ഒരു ഇതൊക്കെ ഉള്ളതാണെങ്കിൽ ഇവരൊന്നും കിടന്ന് ഇങ്ങനെയൊന്നും കാണിക്കുകയില്ല. കാര്യം ഇതൊക്കെ തെറ്റാണെന്നൊരു ഇച്ചിരിയെങ്കിലും തലയ്ക്കൊരു ബോധമോ അല്ലെങ്കിൽ ഇത് സമൂഹത്തിൽ കാണുന്നതാണെന്നോ എനിക്ക് നാണക്കേടാണെന്നോ എന്നൊക്കെ ഒരു വിചാരം ഉണ്ടെങ്കിൽ ഇപ്പം ഇതൊന്നും അല്ല. ഇവർക്കൊക്കെ പൈസ ഉണ്ടാക്കണം. ഇവരെന്നാന്ന് വെച്ചാൽ ഇവരെല്ലാവരും മിക്കവരും ഇങ്ങനെയുള്ള ഈ കോലങ്ങൾ കാണിക്കുന്നവരെല്ലാം ഇവർക്കൊരു ഈ പെയ്ഡ് ആയിട്ടുള്ള പെയ്ഡ് അക്കൗണ്ട് ഉണ്ട്. അപ്പോൾ ഇവർ പുറത്ത് വന്ന് ഇത്രയൊക്കെ കാണിക്കുമ്പം ഇത് കാണുന്ന കുറേ ഞരമ്പന്മാരുണ്ട്. അവരുടെ വിചാരം എന്നാണെന്നറിയോ, ഞരമ്പത്തികളും ഉണ്ട്. ഞരമ്പന്മാരെന്ന് മാത്രം പറയാൻ പറ്റില്ല, ഞരമ്പത്തികളും ഉണ്ട്. അവരെന്തിനും കരുതുന്നത് എന്നാണെന്നറിയോ, ഇവിടെ ഇത്രയും കാണിച്ചു, അപ്പോൾ അതിനകത്ത് പെയ്ഡ് ചെന്ന് ചെല്ലുമ്പോഴത്തേക്ക് ഇച്ചിരി അങ്ങോട്ട് കൂടുതൽ കാണിക്കും. ആ ഒരു ഇതിനാണ് ഇവർ അങ്ങോട്ട് ചെല്ലുന്നത്. അപ്പോൾ അതിന് അങ്ങനെ ചെല്ലുമ്പോഴത്തേക്ക് ഇവർ വീണ്ടും ഇങ്ങനെ ഇവർ അതിനകത്ത് പെയ്ഡ് ചെയ്യുന്നത് കാണിച്ചോട്ടെ, കുഴപ്പമില്ല. അതൊക്കെ അവർ പൈസ മുടക്കി പോയി കാണുന്നവരെന്ന് വെക്കാം, പിള്ളേരാരും അതിനകത്ത് കയറി ചെല്ലുന്ന വെക്കാം. ഇത് ആ സംഭവം തന്നെ എടുത്ത് കുറേശ്ശെ കൊണ്ടുവന്നിട്ട് നമ്മൾ എങ്ങനെയുണ്ട്, ഇന്നലെ കണ്ട സംഭവം എങ്ങനെയുണ്ട്, നിങ്ങൾക്ക് ഇഷ്ടമായോ, കണ്ടെങ്കിൽ കണ്ടവരൊന്ന് കമൻറ്റ് ചെയ്യുക, നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ വരിക അങ്ങോട്ട്, ഇനി ഇതിൻ്റെ ബാക്കിയും കൂടെ കാണിച്ചു തരാം എന്നൊക്കെ പറഞ്ഞാണ് വിളിക്കുന്നത്. അപ്പോൾ ഇത് കാണുമ്പോഴത്തേക്കാണ് പിള്ളേരൊക്കെ കയ്യിലേക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. പിന്നെ ഇത് കിട്ടുന്ന പൈസയുടെ കാര്യങ്ങളും ഒക്കെ ഇങ്ങനെ പറയുമ്പോഴത്തേക്ക് കുഞ്ഞുങ്ങൾ ഓർക്കും ഇത് നിസ്സാരം, മേലനങ്ങാതിരുന്ന് കിട്ടുന്ന പൈസയില്ലേ, വേർക്കാതെ കിട്ടുന്നത് ഒരു ദിവസം കൊണ്ടൊക്കെ രേണുവിനൊക്കെ ഒറ്റ ദിവസം കൊണ്ടൊക്കെ 1 ലക്ഷം രൂപ കിട്ടിയെന്നാണ് പറയുന്നത്. രേണു ആ ഡ്രസ്സ് ഇട്ട് തന്നെ, ഞാൻ ഇന്നലെ ചെയ്ത വീഡിയോക്കകത്ത് പറയുന്നുണ്ട്, ആ ഡ്രസ്സ് ഇട്ട് തന്നെ രേണു ഇൻസ്റ്റയിൽ വന്നിട്ടുണ്ട്, വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് മാന്യമായിട്ടിട്ട ഡ്രസ്സ്, ആ ഡ്രസ്സ് തന്നെ ഇട്ടുകൊണ്ട് പെയ്ഡായിട്ട് ചെയ്തിട്ടുണ്ട്. എന്നാ വൃത്തികേടായിട്ട് അവർ കാണിച്ചേക്കുന്നതെന്നറിയാം. അതാ പറയുന്നത്. ഇതൊക്കെ എന്നിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണിക്കുമ്പോഴത്തേക്ക് പറയുമ്പം അത് തെറ്റാണ്. എന്നെയാണേലും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് കമൻറ്റിലൂടെ ആണെങ്കിലും നിങ്ങളുടെ എതിർപ്പുകൾ അറിയിക്കാമെന്നാണ്. ഇത് സപ്പോർട്ട് ചെയ്യുന്നവരുണ്ടായിരിക്കാം, അതുകൊണ്ടായിരിക്കാം ചിലരൊക്കെ അതിനൊന്നും മിണ്ടാതെ പോകുന്നത്. എന്നാണേലും നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാം. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ വളരാൻ അനുവദിച്ചാൽ നമ്മുടെ ഇനിയുള്ള തലമുറയിലുള്ള കുഞ്ഞുങ്ങളാണേലും കുലസ്ത്രീ കളിക്കുവോ അല്ലെങ്കിൽ സദാചാരം പറയുമോ ഒന്നുമല്ല. അവർക്ക് ഇഷ്ടമുള്ള ഡ്രസ്സ് ഇട്ടോട്ടെ, അതിനൊക്കെ ഒരു കുറച്ച് മര്യാദ ഉണ്ട്. ഇവരൊക്കെ മനസ്സിലിരിപ്പ് എന്നാന്നുള്ളത് ഇവരെ പുറത്തോട്ട് കൊണ്ടുവന്നതാണ്. ആ ഒരു ഡ്രസ്സിനെ നമ്മൾ സമ്മതിക്കുമ്പം അവരതിനപ്പുറത്തേക്ക് പോകാനാണ് അവർ ആഗ്രഹിക്കുന്നത്. അതിനപ്പുറത്തേക്ക് പോകാനാണ്. അങ്ങനെയൊക്കെ നടക്കും എന്നാണ് അവർ പറയുന്നത്. മറ്റൊരു വീഡിയോയിലൂടെ മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് കാണാം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാമേ.